ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം, എല്ലാവരും ഹാപ്പി അല്ലേ? ഞാനിതാ ഇവിടെ അത്താഴത്തിനുള്ള ഒരുക്കാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ നോമ്പിനുള്ള അത്താഴത്തിൻ്റെ ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും നാളെ നോമ്പ് നോക്കുന്നുണ്ട്. കാരണം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അച്ചുട്ടി മാത്രമേ ഒഴിവുണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് രാത്രിയൊക്കെ വേണ്ടിയിട്ട് പഴം പുഴുങ്ങാനായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ രാത്രി ചായയും പഴവും തിന്നിട്ടോ, ചോറിന് പുറമേയായിട്ട്. പിന്നെ കറി ചോറൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിക്കണ്. പിന്നെ ഇന്നലെ ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറൊക്കെ രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചിക്കണ്. അപ്പോൾ കറി പിന്നെ കുമ്പളങ്ങൻ്റെ കറിയാണ് മോര് പാർന്നിട്ട് ഇന്നലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുണ്ട്. അത് വേണ്ടാത്തവർക്ക് തക്കാളി കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിലും താളിപ്പൊക്കെയാണ് രസം നോമ്പിന് അല്ലേ. അപ്പോൾ താളിപ്പ രസം എനിക്കും ഇഷ്ടം കേട്ടോ. താളിപ്പ് ഉണ്ടായാൽ പിന്നെ വേറൊരു കൂട്ടാൻ ആവശ്യമില്ല. അപ്പോൾ തക്കാളി താളിപ്പ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അത്താഴത്തിന് ഞാൻ 4 മണിക്കാണ് ഇപ്പോൾ എണീക്കട്ടെ. 4 മണിക്ക് എണീറ്റിട്ട് മീൻ പൊരിക്കാനുള്ളതും കറി ഉണ്ടാക്കാനുള്ളതും അതുപോലെ തന്നെ പഴം ചായ പുഴുങ്ങലും ചായ ഉണ്ടാക്കലും ഒക്കെ ഞാൻ പരിച്ചൊക്കെ എണീറ്റിട്ടാണ് ചെയ്യട്ടോ. അപ്പോൾ അരമണിക്കൂർ കൊണ്ടൊക്കെ സെറ്റാക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് അവരൊക്കെ വിളിച്ചുണർത്തു കേട്ടോ. അപ്പോൾ പഴമൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇനി തക്കാളി ഒന്ന് താളിച്ചെടുക്കാണ്ട് കേട്ടോ. തക്കാളി കൂട്ടാൻ ഉണ്ടായാൽ പിന്നെ വേറൊരു കൂട്ടാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ശിക്കാക്ക് നോമ്പിനായാലും മീൻ എന്തെങ്കിലും ഒരു കഷ്ണം മീൻ വേണം കേട്ടോ. ഒരു ചെറിയ കഷ്ണം മീനായാലും കുഴപ്പമില്ല, മീൻ വേണം കേട്ടോ. മുട്ട പറ്റൂല. കുട്ടികൾക്കൊക്കെ പിന്നെ മുട്ട ആയാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് മുട്ട പൊരിച്ച് കൊടുക്കും, ഇക്കാക്ക് മീനും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അവർക്ക് മീനൊക്കെ ഇഷ്ടം മുട്ടയാണ്. അപ്പോൾ ഇന്നേതായാലും മീനൊക്കെ പൊരിച്ച് വെച്ചതുണ്ട് കേട്ടോ. ഞാൻ രാത്രി നന്നായിട്ട് പൊരിച്ച് വെച്ചിക്കണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ തക്കാളി കൂട്ടാനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ എന്തൊക്കെയാണ് ഇപ്രാവശ്യം നോമ്പ് ഭയങ്കര ചൂടാണല്ലേ. കുട്ടികളൊക്കെ എങ്ങനെയാണ് നോൽക്കാന്നുള്ളത് ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ ഏതായാലും അത്താഴത്തിനൊക്കെ എല്ലാവരും എണീക്കാനൊക്കെ ഭയങ്കര ഉഷാറിൽ കിടന്നതാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ വിളിച്ചപ്പോൾ എണീറ്റിക്കണം കേട്ടോ. നമ്മൾ എല്ലും ആദ്യമൊക്കെ കേട്ടോ. പൊന്നൂസിൻ്റെ പിന്നെ ഭയങ്കര മടി, പിന്നെ അവിടെ പോയി കിടന്നു കേട്ടോ. എന്നാലും എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ മക്കളെല്ലാവരും മിക്കയും മക്കളും എല്ലാവരും ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ മോര് പറഞ്ഞ കുമ്പളങ്ങക്കറിയും ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ആരും എടുത്തിട്ടില്ല കേട്ടോ. എല്ലാവരും എടുത്തിരിക്കുന്നത് നമ്മൾ തക്കാളി കൂട്ടാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പഴം പുഴുങ്ങിയതും ഒക്കെ അവിടെ സെറ്റ് ചെയ്യിക്കണേ. അച്ചുപൊന്നൂട്ടിക്ക് ഉറക്കം മതിയായിട്ടില്ല പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചോറുന്ന് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. എല്ലാവരും ചോറുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു സുബഹ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിടക്കുള്ളൂ. കാരണം അതും കൂടി കഴിഞ്ഞൊരു ഏതായാലും സ്കൂളൊന്നും ഇല്ല, ഞായറാഴ്ച അല്ല നാളെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നീച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഓരൊക്കെ പോയതിന് ശേഷം ഞാനങ്ങോട്ട് ചോറ് തിന്നാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചട്ടിയിൽ അങ്ങോട്ട് കുഴച്ചിട്ട് തിന്നാണ്. തക്കാളി കൂട്ടാൻ്റെ ചട്ടി ആകുമ്പോൾ ചട്ടി തന്നെ മതി കേട്ടോ. പിന്നെ അപ്പോൾ ആ ചട്ടി തന്നെ കിട്ടിയാൽ മതി. ചോറ് നല്ലോണം പള്ളറച്ച് തന്നെ വേവിച്ചാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൽ കുഴക്കും പ്രത്യേകിച്ച് അല്ലെങ്കിൽ ചട്ടി കുഴക്കുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റാണ്. നമ്മൾ തക്കാളി കൂട്ടാനൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ കഴിച്ച് നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. വേറെ ഒരു കൂട്ടാനും വേണ്ട, പള്ള നിറച്ച് ചോറുന്നാൻ പറ്റും കേട്ടോ. അത് നല്ല ചൊടി തന്നെയാണ് തക്കാളി കൂട്ടാൻ, നല്ല എരിവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ പഴം പുഴുങ്ങിയതൊക്കെ ബാക്കി വെച്ചിരിക്കണം. എല്ലാവരും 2 കഷ്ണം നിന്ന് മറ്റുള്ളതൊക്കെ ഞാൻ എല്ലാവർക്കും ഓരോ പഴം വെച്ച് പുഴുങ്ങിന്ന് കേട്ടോ. അപ്പോൾ ഓരോ കാലം തിന്നിട്ടില്ല. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ അച്ചുട്ടിക്ക് രാവിലെ കൊടുക്കുക ചായക്ക് വിചാരിച്ച് കണ്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുക, അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. അപ്പോൾ ഇതിനൊക്കെ ബാങ്ക് കൊടുക്കും കേട്ടോ. നേരം 5 മണി ആവാൻ 5 മണി ആയിട്ടാണ് ഞാൻ 4:30 ഞാൻ അവരെ വിളിച്ചത് കേട്ടോ. അപ്പോൾ 5 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അല്ല ഞാൻ പിന്നെ രാവിലെ എണീക്കാൻ കുറച്ച് വൈകുമല്ലോ. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ കിടക്കലേക്കാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും കേട്ടോ. അത്താഴത്തിൽ എണീക്കുമ്പോൾ തന്നെ അപ്പോൾ പരന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കും. എന്നിട്ട് പിന്നെ ഈ നേരം വെളുക്കൽ നോമ്പായതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞ് പഴയ പോലെ നേരത്തെ ഒന്നും എണീക്കുമല്ലോ. ഏകദേശം ഒരു 7-7:30 മണിക്കൊക്കെ എണീക്കുള്ളൂ. നിസ്കാരം കഴിഞ്ഞിട്ടല്ല കിടക്കുക. അപ്പോൾ പിന്നെ അതൊരു ഭാരമാവണ്ട വിചാരിച്ച് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ ഓരോരുത്തരുടെ അകത്തേക്കാണ് പോയിട്ടുണ്ട്. പൊന്നൂസ് പിന്നെ വേഗം പോയി കിടന്നിക്കണം കേട്ടോ. ചോറ് തിന്ന് കുറച്ച് നിൽക്കാണ്ട് പോയി കിടന്നിക്കണം. അപ്പോൾ ഞാൻ സ്കൂളില്ലാത്തത് കൊണ്ട് തന്നെ ഓള് നോൽക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നോൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണത്. പിറ്റേ ദിവസം നമ്മൾ മുറ്റടിക്കാനായിട്ട് ഇറങ്ങിക്കണം കേട്ടോ. നമ്മൾ ആദ്യമോനാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അല്ലൊക്കെ എണീക്കണം, നേരം ഒരു 9 മണി ആവാനായിക്കണം കേട്ടോ. അപ്പോഴാണ് എല്ലാവരും എണീറ്റ് വരുന്നത് കേട്ടോ. മുറ്റടിക്കാനൊക്കെ ഇറങ്ങിക്കണം. അപ്പോൾ മുറ്റടിക്കലും അടിക്കൽ തുടക്കൽ തിരുമ്പൽ ആ പരിപാടിനെ ഉള്ളൂ കേട്ടോ. പിന്നെ അച്ചുട്ടിക്ക് കഞ്ഞി വെക്കണം. വേറുള്ളവർക്ക് എല്ലാവരും നോമ്പായതുകൊണ്ട് തന്നെ ചോറും കൂട്ടാനും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല.
ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ പരിപാടി എന്നുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ അടക്കാട്ടൊക്കെ ഒന്ന് വാരിയിടുകയാണ്. ആ തൊടിക്കങ്ങനെ ഇടലാണ് കേട്ടോ അടക്കാട്ട്. അവിടെ മുച്ചിൻ്റെ ചോട്ടിക്കാണ് ഇടും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, ഒരു 2-3 മണിക്ക് ശേഷം 3-3:30 ആകുമ്പോഴാണ് കേട്ടോ അടുക്കളയിലേക്ക് ഇറങ്ങുക. പത്തിരി വൈകുന്നേരത്തെ ചായപരിപാടിയൊക്കെ തുടങ്ങാനൊക്കെ ഇറങ്ങൽ കേട്ടോ. ഇക്ക വണ്ടിയായിട്ട് പോയിക്കണ്. ഇക്കഞ്ഞി കുറച്ച് കഴിഞ്ഞിട്ടേ ഇക്ക വരുള്ളൂ. ഉച്ച നേരത്തെ ഇക്ക മടങ്ങി വരുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാനിവിടെ എൻ്റെ അച്ചൂട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ ഓക്ക് ഭയങ്കര പനി കേട്ടോ ഇന്നലെ രാത്രി. അപ്പോൾ പാരസെറ്റമോൾ ഒന്നും കൊടുക്കാനും ഇല്ലായിരുന്നു. നല്ല പനി പറ്റി. ഇനി ഞായറാഴ്ച ആയതുകൊണ്ട് ഇനി ഡോക്ടർമാരും ഉണ്ടാവില്ല വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ടാ. അപ്പോൾ മരുന്നൊക്കെ ഡോക്ടറെ കാട്ടി വന്ന് മരുന്നൊക്കെ കിട്ടിയപ്പോൾ ഓളെ പനിയൊക്കെ എവിടെയൊക്കെ പോയത് അറിയില്ല കേട്ടോ. ഓളെ പനി പോയിട്ടുണ്ട്. അങ്ങനെ ഇതാ മരുന്നും പിടിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ മരുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അച്ചൂട്ടി കഞ്ഞി കുടിച്ചിടണം. ഓക്കെ, ഞാൻ കഞ്ഞി വെച്ചിരുന്നു കേട്ടോ. കഞ്ഞിയും മീനും ഉണ്ട്. അപ്പോൾ മുട്ടയും പൊരിച്ചെടുത്തിന്. മുട്ട തിന്ന് കഴിഞ്ഞ് കഞ്ഞി കുടിച്ചിട്ട് ആക്കം പോലെ കുടിക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഞാനിവിടെ പത്തിരി ചൂടാൻ ഒരുങ്ങി. നേരത്തെ തന്നെ ഇറങ്ങി 3 മണിക്ക് തന്നെ ഞാൻ പത്തിരി പരത്താൻ നിന്നിക്കണം കേട്ടോ. അപ്പോൾ പത്തിരി പരത്തി കാണാൻ ചൂടാ വിചാരിച്ച് കാണാൻ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പരത്തലുള്ളൂ. ആ പ്രസ്സുമ അമർത്തിയിട്ടാണ് ചുടലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏതായാലും പരത്തിയാണ് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. പൊന്നൂസ് കുഴങ്ങി എന്ന് പറഞ്ഞ് വന്നിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ കുളി കഴിഞ്ഞ് ഉറങ്ങിക്കോ, എന്നാൽ കുഴക്കം മാറിക്കോളും എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ആദ്യം മല്ലൊക്കെ പിന്നെ ഒന്നും കൂടി കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം മൊബൈലും ടി വിയൊക്കെ കണ്ട് കുത്തിർന്ന് കണ്ട് നിസ്കാരമൊക്കെ പള്ളിക്കൊക്കെ പോയി വന്നതിന് ശേഷം കുറച്ച് നേരം അവിടെ കിടന്നിക്കണം കേട്ടോ. അപ്പോൾ ഭയങ്കര കുഴക്കുണ്ട്, ചൂടേറെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഏതായാലും അങ്ങനെ ഒരുക്കം ഫസ്റ്റത്തെ നോമ്പായതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ നോമ്പ് നോൽക്കാനായിട്ട്. അപ്പോൾ പത്തിരിയൊക്കെ ഞാനൊരു പരത്താണ്. അപ്പോൾ ഇന്ന് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കനൊക്കെ ഇക്ക രാവിലെ വന്നപ്പോൾ കൊണ്ടുവന്നിക്കണം. ഇക്ക അവിടെ കിടന്നിക്കണം കേട്ടോ. ഇക്ക ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇറച്ചി കൊണ്ടുവന്നിക്കണം. ഇറച്ചിയും കറിയും ഇതൊക്കെ ഉണ്ടാക്കണം. പൊരി കുട്ടികൾക്ക് പിന്നെ നോമ്പായാലും എല്ലാം ഉണ്ടാക്കണം കേട്ടോ. പൊരി വേണം, ഫ്രൂട്ട്സ് വേണം, ജ്യൂസ് വേണം, എല്ലാം വേണം കേട്ടോ. അപ്പോൾ പിന്നെ ഇക്ക എല്ലാം ഒപ്പിച്ച് കൊണ്ടുവരും. അപ്പോൾ ഇതാ പത്തിരി നമ്മൾ പത്തിരിച്ചട്ടി വലുതില്ല കേട്ടോ, ചെറിയ ചട്ടി തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കാൻ ആവണുള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പത്തിരിപ്പണി കഴിയണില്ല കേട്ടോ. കാരണം വലിയ ചട്ടിയായി നമുക്ക് ഒരു പ്രാവശ്യം തന്നെ 4-5 ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങണം എന്ന് വിചാരിച്ചിരുന്നു ചട്ടി ഇട്ടാൽ, പക്ഷെ വാങ്ങാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ അടുത്തുള്ള ചെറിയ ചട്ടി തന്നെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഓരോന്ന് ഇങ്ങനെ ചുട്ടെടുക്കണമെങ്കിൽ കുറേ നേരം വേണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ 2 ചട്ടിയിലാണ് ഗ്യാസുമ്പോൾ 2 ചട്ടിയിലാണ് വെക്കും കേട്ടോ. അപ്പോഴേ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് കിട്ടിക്കോളും വിചാരിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഇക്ക പിന്നെ 2ാം പ്രാവശ്യം പോയിട്ട് പാലൊക്കെ കൊണ്ടുവന്നിട്ട് ചായക്കുള്ള പാലും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഇതാ എളാപ്പാടുന്ന് ചക്ക തന്നിക്കണം കേട്ടോ. പഴുത്ത ചക്ക തന്നിക്കണം. അപ്പോൾ അത് ഇരിയണം എന്നൊക്കെ പറഞ്ഞ് നോമ്പറക്കുമ്പോൾ ഇരിയണം. ഫസ്റ്റായിട്ട് തിന്നുണ്ട് പ്രാവശ്യം പഴുത്തക്ക കേട്ടോ. അപ്പോൾ ഇരിയാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ പിന്നെ പത്തിരി ചുട്ട് കഴിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പും തീയും കൂട്ടിക്കാണ്ട് പത്തിരിച്ചട്ടിയിൽ അങ്ങോട്ട് വേവിച്ച് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും നമുക്ക് രാത്രിയിലേക്ക് ചോറ് വെക്കാൻ വേണ്ടി തീ കൂട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കുകയാണ്. ഇക്ക പിന്നെ കക്കരിക്കൻ്റെ ജ്യൂസ് അടിച്ചു. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും അതിനൊക്കെ ഇക്ക ഉണ്ടാവും കേട്ടോ. ജ്യൂസ് അടിച്ചതൊക്കെ ഇക്ക തന്നെയാണ്. പിന്നെ അങ്ങനത്തെ ജ്യൂസ് അടിക്കലും ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ ഇക്ക ചെയ്യും കേട്ടോ. അപ്പോൾ അതൊരു വലിയ ആശ്വാസമാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് കേട്ടോ. കാരണം നമ്മളെ ഇക്കമാരൊക്കെ കൂടെ സപ്പോർട്ടായി നിൽക്കുന്നത് ഒരുപാട് ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ ഇതാ പത്തിരി ഇങ്ങനെ ഓരോന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഗ്യാസുമ്പോൾ ഞാൻ ചായക്ക് അങ്ങോട്ട് വെള്ളം വെച്ചുകൊണ്ട് ബാക്കിയുള്ളതായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പഴയ പോലെ പത്തിരി ചട്ടിയിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്ന ആ ടേസ്റ്റ് പത്തിരി നമ്മൾ വലിയ കല്ലുപൊന്നും ചുട്ടാൽ കിട്ടൂല. പിന്നെ ഞാനിവിടെ പൊരിയൊന്നും റെഡിയാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇക്കാണ്ട് പൊരി വേണമെന്ന് കുട്ടികൾ പറഞ്ഞിരുന്നു. അപ്പോൾ സമൂസയും അതുപോലെ തന്നെ പൊക്കവടയും കടയിൽ വന്നപ്പോൾ അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ബത്തക്ക ഫ്രൂട്ട്സുകളൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചായ ഇതാ അവിടെ തിളച്ചുകൊണ്ടിരിക്കണം കേട്ടോ. പാൽ ചായ വേണം നോമ്പിന് കേട്ടോ. അപ്പോൾ പിന്നെ പാലും കൊണ്ടുവന്ന് അപ്പോൾ അതൊക്കെ പാൽ ചായയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ തുറൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കണം. ഇതാ ചിക്കൻ്റെ കറി ഇതാ അവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ചിക്കൻ മുളക് ഇട്ടതാണ്. അരച്ച കറിയാണ് കുട്ടികൾക്ക് ഇഷ്ടം കേട്ടോ. പക്ഷേ ഇക്കാക്ക് അരച്ച കറിനെക്കാട് ഇഷ്ടം മുളക് ഇടുന്നതാണ്. അപ്പോൾ അധികം മുളക് ഇട്ട് തന്നെ കറി വെക്കൽ കേട്ടോ. ചിക്കനങ്ങോട്ട് മുളക് ഇടൽ തന്നെയാണ്. അങ്ങനെ ഇതാ നോമ്പിനെല്ലാം നമ്മൾ ടേബിൾ മൊക്കെയാണ് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്, അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞ് പുറത്ത് അടുപ്പത്ത് വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ പരിപാടി കഴിഞ്ഞിട്ട്. പിന്നെ ഇതാ ഇക്ക അടിച്ചത് നല്ല കക്കരിക്കൻ്റെ ജ്യൂസ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കക്കരിക്കൻ്റെ ജ്യൂസ്. അപ്പോൾ കക്കരിക്കയും പാലും കൂട്ടി ജ്യൂസ് അടിച്ചാൽ അടിപൊളിയാണ് കേട്ടോ, ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ തണുത്തൊക്കെ നല്ല ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നു. അതൊക്കെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ നോമ്പ് തുറക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ.
അങ്ങനെ ഇതാ നോമ്പ് പറഞ്ഞു കേട്ടോ. അപ്പം എല്ലാവരും പൊന്നൂസൊക്കെ ആകെ കുഴങ്ങിക്കണ്. അപ്പോൾ എല്ലാവരും നോമ്പ് ഇറക്കാനുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ അച്ചുട്ടി ഉണ്ട്. ഓള് നോമ്പ് നോറ്റിട്ടില്ലെങ്കിലും ഓളും പ്ലേറ്റ് ആയിട്ട് ഓളും ഇരുന്നിക്കണം കേട്ടോ. അപ്പോൾ മക്കളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഒന്നാമത്തെ നോമ്പ് തുറ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഫ്രൂട്ട്സും ഇതൊക്കെ തിന്നതിന് ശേഷം ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും നിസ്കാരിക്കാൻ പോകട്ടെ. അത് നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ചായയും കടിയൊക്കെ കുടിച്ചൽ. അപ്പോൾ ഞാനിവിടെ വത്തക്ക ഇങ്ങനെ തിന്നാണ്. പിന്നെ ജ്യൂസും കഴിച്ചിട്ടുണ്ട്. പൊരികളൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നമ്മൾ അച്ചുട്ടിക്ക് ഭയങ്കര പരാതി കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഫ്രൂട്ട്സും പൊരിയും വെള്ളവും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് എല്ലാവരും നിസ്കരിക്കാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ചുട്ടി ചായ കുടിച്ചു. അച്ചുട്ടിക്ക് സങ്കടം, ഉമ്മച്ചി ഉണ്ടാക്കിയ പത്തിരി ആരും തിന്നിട്ടില്ല എന്ന്. ലച്ച തിന്നാ. അപ്പം അച്ചുട്ടി പത്തിരി തിന്നായിരുന്നേക്കണം. ഓള് പത്തിരി തിന്നാണ്. ആരും പത്തിരി തിന്നിട്ടില്ല ഉമ്മച്ചി ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാണ്ട് ഓള് തിന്നാണ്. ഓളെല്ലാവരും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പത്തിരിയും കറിയൊക്കെ തിന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ തിന്നുകാണ്ട് ഇപ്പം പോയതാണ്. അപ്പോൾ എൻ്റെ അച്ചുട്ടി ഇതാ പത്തിരിയൊക്കെ തിന്നണേ. രസം ഉണ്ടോ പത്തിരി? പനിയൊക്കെ മാറി ഡോക്ടറെ കണ്ടപ്പോത്തിനല്ലേ? പൊരികളൊക്കെ കഴിഞ്ഞു. ഇനി വത്തക്ക കഷ്ണുണ്ട്, മുസമ്പി ഉണ്ട്, ജ്യൂസ് കഴിഞ്ഞു കേട്ടോ. കക്കരി ജ്യൂസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉള്ള ഇക്കാടെ സ്പെഷ്യൽ ജ്യൂസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ ഇതാ മുന്തിരിയും തൊട്ടിട്ടില്ല, മുന്തിരി അവിടെ ഇരിക്കണം, നാളെയൊക്കെ എടുക്കാം നോമ്പറക്കുമ്പോ. നാളെ ഉണ്ട്. ഇനി 30 ദിവസം നോമ്പുണ്ട്, 29 ദിവസം. നാളെയൊക്കെ എടുക്കണം ഇതൊക്കെ. അതൊന്നുകൂടെ അപ്പോ നിസ്കരിച്ച് കാണാം കേട്ടോ.